ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2017 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 126/2017 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 20 സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ LGS ആണെന്ന് കരുതി വെറുതെ തള്ളിക്കളയരുത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുകയും വേണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വട്ടം കൂടി OMR ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നിങ്ങൾ ആ 20 ക്വസ്റ്റ്യൻസും ഒന്നുകൂടി ചെയ്തു നോക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല, അറിയാത്തതാണെങ്കിൽ മാത്രം ചെയ്യുക. അതിനുശേഷം മാത്രം കമന്റ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഈഡിസ്. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. 63. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നത്. 64. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ജീവകം ഡി. 65. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വൈറസ്. ഇതിൽ നിന്ന് വേറെ ചോദ്യം കൂടി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. വൈറസ് രോഗം ഏറ്റവും കൂടുതലായി വരുന്നത് എല്ലാവർക്കും കിട്ടിയത് ഏത് വൈറസിൽ നിന്നാണെന്ന്, ജലദോഷം മൂലമാണെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ട് ഇതിനുള്ള മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ. 66. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, ക്ഷയം. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പലർക്കും ആൻസർ മാറി കുഷ്ഠം എന്ന് വരാറുണ്ട്. ശ്രദ്ധിച്ചു പഠിക്കുക. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ക്ഷയമാണ്. 67. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അന്നജം. അന്നജമാണ് അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം എന്ന് പറയുന്നത്. 68. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 69. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 70. ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം എന്ന് പറയുന്നത്. 71. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. 72. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? കുറെ തവണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യമില്ല. അലുമിനിയം. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഹേമറ്റൈറ്റ് ഏതിന്റെ ആണെന്ന് ചോദിച്ചാൽ ഇരുമ്പിന്റെ. 73. മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 74ാമത്തെ ചോദ്യം, അതായത് നൈട്രജന്റെ സംയുക്തം, ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 75ാമത്തെ ചോദ്യം, കലോറിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രജൻ. ഇത് പലതവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഏത് എക്സാമിനായാലും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കലോറിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. 76. താഴെ പറയുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. 77. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില അല്ലെങ്കിൽ ഊഷ്മാവ് എന്ന് പറയുന്നത്. 78. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കറുപ്പ്.
കറുപ്പ് നിറമായിരിക്കും. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം എന്ന് പറയുന്നത് കറുപ്പായിരിക്കും. 79. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അൾട്രാവയലറ്റ്. അൾട്രാവയലറ്റ് ആണ് കള്ളനോട്ട്. അതുപോലെ തന്നെ നെയ്യിലെ മായം, അതാണ് PSCയുടെ സ്ഥിരം ചോദ്യം. നെയ്യിലെ മായം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? അതിന്റെ എല്ലാതിന്റെയും ആൻസർ ആണ് അൾട്രാവയലറ്റ്. അവസാന ചോദ്യം 80ാമത്തെ ചോദ്യമാണ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വ്യാഴം. അപ്പൊ നമ്മളിവിടെ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 20 എണ്ണം ഉണ്ടായിരിക്കില്ല, 19 എണ്ണം ഉണ്ടായിരിക്കും. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ തന്നെ ഇതിന്റെ PDF അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടോ നിങ്ങൾക്ക് ലഭിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു തവണ കൂടി റിവൈൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കൂ. പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, ചിലത് അറിയാത്തതുണ്ടായിരിക്കാം, ചിലവർ ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞവരായിരിക്കാം. അവർക്ക് ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.